ഹായ് ഗായ്സ്, സ്കിൽവേയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു M416 മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു M416 പറ്റി പറയുകയാണെങ്കിൽ പബ്ജി കളിക്കുന്നവർക്ക് മാത്രമല്ല, ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം. M416 എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയ ഒരു അടിപൊളിത്തോക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു M416 പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല പവർഫുള്ളാണ് സാധനം. ഈ ഒരു തോക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം M416 യഥാർത്ഥ M416 അതേ ലുക്ക് ഇതിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട ശേഷം ഇതിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ലുക്സും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അതായത് ഈ ഒരു M416 പറ്റി എന്ത് തോന്നുന്നെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ചാനലിൽ ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പബ്ജി ഷോർട്ട് ഗണ്ണിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ സംസാരിച്ച സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇത്തരം വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തോക്കിൻ്റെ ബാരലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തോക്കിൻ്റെ ബാരൽ എന്ന് പറയുന്നത് ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നത് തോക്കിൻ്റെ ബാരൽ വഴിയാണ്. ഈ ഒരു ബാരൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. These skies have a different light, why noise that keeps me up at night. I can't help but think back to you. I wish that I could find a face that I would recognize. I replay the memory of you. It's been hard, you know I wanted to stay, caught us off guard, but there was no other way. Did you wait? 'Cause I've been counting the days, and I'm calling up to say I'm coming home to you. I'm coming home to you. അപ്പോൾ ഈ M416 ബാരലായിട്ട് 1 ഇഞ്ചിൻ്റെ പൈപ്പ് ചൂസ് ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കൊണ്ടുവരാൻ പോകുന്ന ഫയറിംഗ് മെക്കാനിസത്തിൻ്റെ ഒരു സിമ്പിളായ മെക്കാനിസമാണ്. എങ്കിലും അതിന് സ്യൂട്ടബിൾ ആയ ഒരു അളവെന്ന് പറയുന്നത്, പൈപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ്. യഥാർത്ഥ M416 ബാരൽ എന്ന് പറയുന്നത് 1 ഇഞ്ചിനേക്കാളും കുറവാണ്, വളരെ കുറവാണ്. 1 ഇഞ്ചിനേക്കാളും വളരെ കുറവാണ് വരുന്നത്. നമ്മളിവിടെ അത് സപ്രസറൊക്കെ വെച്ചിട്ട് ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലൊരു ബോട്ടിൽ ക്യാപ്പ് എടുത്ത ശേഷം ബോട്ടിൽ ക്യാപ്പിൻ്റെ സൈഡുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു സെൻറ്ററിലുള്ള റൗണ്ട് പോർഷൻ മാത്രം മതി നമുക്ക്. അപ്പോൾ ആ റൗണ്ട് പോർഷനിൽ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇതേ രീതിയിൽ ഈ ചെറിയ പൈപ്പിൻ്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേ രീതിയിൽ 2 ഹോൾ അതിലിടണം. ഈ ഹോൾ ഇടുന്നത് ഈ 2 വയറുകൾ ഈ ഹോളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഈ 2 വയറുകൾ ഈ ഹോളിൽ കയറ്റി വെച്ച ശേഷം അത് ഒരിക്കലും ഇളകി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് അത് പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തെ പൈപ്പിനകത്തേക്ക് ഇനി വെച്ച് അത് പെർമനൻ്റ് ആയിട്ട് അങ്ങ് ഒട്ടിച്ച് വെക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ച്, ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഈ ഒരു പോർഷൻ, ബോട്ടിൽ ക്യാപ്പിൻ്റെ പോർഷനും അതുപോലെ തന്നെ പൈപ്പിൻ്റെ പോർഷനും കൂടെ ചേർത്ത് ഒട്ടിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ഇതേ രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഒട്ടിക്കുക. ഇപ്പോൾ ഒട്ടിച്ച ഭാഗത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി നല്ല കനത്തിൽ നമ്മൾ സെല്ലോ ടേപ്പ് ചുറ്റുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ, ഈ ഒരു ചെറിയ പൈപ്പിലേക്കാണ് നമ്മൾ ബുള്ളറ്റ് വെക്കുന്നത്. അപ്പോൾ ബുള്ളറ്റ് ഈ സെല്ലോ ടേപ്പിൻ്റെ പോർഷൻ കഴിഞ്ഞ് പുറമോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ സെല്ലോ ടേപ്പ് ചുറ്റിയ ശേഷം അല്പം നീളത്തിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഈ സെല്ലോ ടേപ്പ് ചുറ്റിയതിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ച് വെക്കുക. ഇതേ രീതിയിൽ പശയൊക്കെ അപ്ലൈ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച് വെക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചെറിയ പൈപ്പ് നമ്മുടെ ബാരൽ, അതായത് 1 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ആദ്യം എടുത്ത 1 ഇഞ്ചിൻ്റെ പൈപ്പിനകത്ത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കാർഡ്ബോർഡ് ചുറ്റുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് ഈസി ആയിട്ട് നമ്മുടെ 1 ഇഞ്ചിൻ്റെ ബാരലിനകത്തേക്ക് ഫിക്സ് ആയിട്ടിരുന്നോളും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കറക്റ്റ് ടൈറ്റ് ആണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നല്ല കറക്റ്റ് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇനി നമുക്കിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം.
അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ഗ്യാസ് ലൈറ്റർ എടുത്ത ശേഷം ഇതാണ് നമ്മൾ ട്രിഗറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്ന ഈ ഒരു പീസോ ഇലക്ട്രിക് ലൈറ്റർ ഇഗ്നൈറ്റർ, ഈ ഇഗ്നൈറ്ററിൻ്റെ വയറുകൾ രണ്ടും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ രീതിയിൽ വയറുകൾ രണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം ഈ 2 വയറുകളാണ് നമ്മൾ ആദ്യം ചെയ്ത നമ്മുടെ ബാരലിൻ്റെ 2 വയറുകളായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയാണ് M416ൻ്റെ ബോഡി പാർട്സിലേക്ക് പോകുന്നത്. ബോഡി പാർട്സിനെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം ഞാൻ നെറ്റിൽ നോക്കി ഞാൻ തന്നെ വരച്ച ടെംപ്ലേറ്റുകളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് ഏകദേശം നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് മനസ്സിലാക്കാൻ പറ്റും. That we've missed, 'cause your lips are calling and my heart's recalling the way I could never resist. 'Cause it's been hard, you know I wanted to stay, caught us off guard, but there was no other way. Did you wait? 'Cause I've been counting the days and I'm calling up to say I'm coming home to you. I'm coming home to you.
അപ്പോൾ നമ്മൾ ബുള്ളറ്റായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിറിഞ്ചാണ്. ഈ സിറിഞ്ചിൻ്റെ അടിയിലത്തെ പോർഷനും അതുപോലെ തന്നെ മുകളിലത്തെ നീഡിൽ വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. മാറ്റി കഴിഞ്ഞിട്ട് മുകളിലത്തെ ആ ഹോളിൻ്റെ സ്ഥലത്തായിട്ട് കുറച്ച് ഗ്ലൂ ഗൺ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റ് അടഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റിൽ നമ്മൾ റബ്ബിംഗ് ആൽക്കഹോൾ നിറച്ച ശേഷം ഒരു സിറിഞ്ച് ഉപയോഗിച്ച് റബ്ബിംഗ് ആൽക്കഹോൾ നിറച്ച ശേഷം നമ്മുടെ തോക്കിൽ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു M416 ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഓരോ ഷോട്ടും റീലോഡ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ കണ്ടതാണ്, സിറിഞ്ചാണ് നമ്മൾ ബുള്ളറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ റബ്ബിംഗ് ആൽക്കഹോൾ നിറച്ച് ഇത് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പവർ ഉണ്ടെങ്കിൽ പോലും ഓരോ തവണ റീലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഭയങ്കര വലിയൊരു നെഗറ്റീവാണ്. പ്രത്യേകിച്ച് M416 സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ M416 എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയ ഒരു തോക്കാണ്. അപ്പോൾ ഇത് ഒരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇത്രയും പവറിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡ് അങ്ങ് ഫിക്സ് ചെയ്തതാണ്. വേറെ ഒരുപാട് മെത്തേഡുണ്ട്. അതായത് സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ പവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മേക്കിംഗ് വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ID ചോദിച്ചാൽ മതി, ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം കൂടി പറയാം, ആ കാര്യം വിട്ടുപോയി. അതായത് ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് സിറിഞ്ചാണ് ബുള്ളറ്റായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ സിറിഞ്ചിനകത്ത് ഒഴിക്കുന്നത് റബ്ബിംഗ് ആൽക്കഹോളാണ്, അതായത് സ്പിരിറ്റ്. റബ്ബിംഗ് ആൽക്കഹോൾ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ റബ്ബിംഗ് ആൽക്കഹോൾ നിറച്ച് സിറിഞ്ച് നമ്മൾ അകത്ത് ലോഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ട്രിഗർ അടിക്കുന്ന സമയത്ത് ആ രണ്ട് വയറുകൾ തമ്മിൽ, അകത്തെ രണ്ട് വയറുകൾ തമ്മിൽ സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്ക് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഈ സിറിഞ്ച്, അതിനകത്തുള്ള റബ്ബിംഗ് ആൽക്കഹോൾ, വേപ്പറായിരിക്കുന്ന റബ്ബിംഗ് ആൽക്കഹോൾ പെട്ടെന്ന് കമ്പസ്റ്റന് വിധേയമാവും. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന കമ്പസ്റ്റൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സിറിഞ്ച്, അതായത് നമ്മുടെ ബുള്ളറ്റ് നല്ല സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്, വളരെ സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. സിമ്പിളായ ഒരു മെക്കാനിസമാണ്. ഒരു മെക്കാനിസം എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് എളുപ്പമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസ് ഇനിയും കാണണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.